അസ്സലാമു അലൈക്കും. അലൈക്കുമുസ്സലാം. അതാരാ മക്കളെ വലൈക്കും അസ്സലാം എന്ന് പറഞ്ഞത്? ഒന്നും കൂടി ടീച്ചർ സലാം പറഞ്ഞു നോക്കട്ടെ. അസ്സലാമു അലൈക്കും. അലൈക്കുമുസ്സലാം. ഓ, ഇവിടെ ഇരിക്കുന്ന രണ്ടാളായിരിക്കും അല്ലേ? നിങ്ങളെല്ലാവരും സലാം അടക്കിയോ ടീച്ചർ പറഞ്ഞപ്പോൾ? അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ എന്താ തിരിച്ചു പറയേണ്ടത്? വലൈക്കും അസ്സലാം ഒന്ന് പറഞ്ഞ എല്ലാവരും. നമ്മൾക്കൊന്ന് സലാം പറയുന്ന വീഡിയോ കണ്ടാലോ? Assalamu alaikum everyone. Wa alaikum assalam. Do you know that saying salam is a good practice? Allah likes it. Let's say salam to everybody. Assalamu alaikum. Wa alaikum assalam. May peace be upon you, mommy dear and daddy too. We love you, mommy and daddy. Love you too. Alhamdulillah. Ustaz. Allahu Akbar. Assalamu alaikum. Wa alaikum assalam. May peace be upon you, our dear Ustaz Musa. Let's do it every day. Say salam to everyone. Together we will love everyone and anyone. Assalamu alaikum. Wa alaikum assalam. May peace be upon you, Faris dear and Sarah too. ഇഷ്ടമായോ? ഓക്കെ. നിങ്ങളെല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുന്നില്ലേ? പുറത്തേക്കൊന്നും ഇറങ്ങലില്ലല്ലോ? എല്ലാവരും വീട്ടിൽ തന്നെ സേഫായി ഇരിക്കുക കേട്ടോ. പുറത്ത് ആരുണ്ട്? ഇതാ നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന ആൾ പുറത്ത് കറങ്ങി നടക്കുകയാണ്. ആരെങ്കിലും വരുന്നുണ്ടോ അവരെ പിടിക്കാൻ വേണ്ടി? നിങ്ങളാരും പുറത്തൊന്നും ഇറങ്ങരുത്, വീട്ടിൽ തന്നെ ഇരിക്കുക. എഴുതുക, വായിക്കുക, പഠിക്കുക, ചിത്രം വരയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. നിങ്ങളെല്ലാവരും 1-ാം ക്ലാസ്സിലേക്ക് ചേർന്ന നല്ല മക്കളാണല്ലേ? നല്ല മക്കളല്ലേ? അതെ അല്ലേ? എല്ലാവരും നല്ല മക്കളാണ്. നിങ്ങൾ 1-ാം ക്ലാസ്സിലേക്ക് ചേർന്ന സാധാരണ ടീച്ചറൊക്കെ നിങ്ങൾക്ക് നല്ല മധുരമൊക്കെ തരും, അല്ലെങ്കിൽ സമ്മാനമൊക്കെ തരാറുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ ഈ ഓൺലൈനിൽ സംവിധാനത്തിൽ, അതായത് സ്ക്രീനിലൂടെ അങ്ങോട്ട് തരാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ടീച്ചർ നിങ്ങൾക്ക് വേറൊരു നല്ല സമ്മാനമാണ് സ്ക്രീനിലൂടെ തരാൻ പോകുന്നത്. അതെന്തായിരിക്കും? നിങ്ങളെല്ലാവരും അതെന്താണെന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയെന്നല്ലേ? എന്തായിരിക്കും? നമ്മൾ എന്തൊരു കാര്യം തുടങ്ങുമ്പോൾ എങ്ങനെയാണ് തുടങ്ങേണ്ടത്? ഇപ്പം നമ്മൾ ഭക്ഷണം കഴിക്കാനിരുന്നു, എങ്ങനെയാണ് നമ്മൾ ആദ്യം എന്താ ചെയ്യുക? ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ കൈ കഴുകും. അത് നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ എന്തുണ്ടാവുക? ബിസ്മി ചൊല്ലും അല്ലേ? അതായത് പ്രാർത്ഥന. അപ്പോൾ നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്കിലും ആദ്യം ഒരു നല്ല പ്രാർത്ഥനയാണ്. അപ്പോൾ നമുക്കൊരു പ്രാർത്ഥന ഗാനം കൊണ്ട് നമുക്ക് ക്ലാസ് തുടങ്ങിയാലോ? തുടങ്ങാം അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് കിട്ടിയില്ലേ? ടെക്സ്റ്റ് ബുക്ക് മെല്ലെ മറിച്ച് നോക്കിയേ നിങ്ങൾ. ഇതുപോലുള്ളൊരു പേജ് കാണുന്നുണ്ടോ? അറബി ടെക്സ്റ്റ് ഏത് ഭാഗത്തുനിന്നാണ് മറിച്ച് നോക്കുക? വലതുവശത്തുനിന്നല്ലേ? മറിച്ചിട്ട് ഇങ്ങനെ ഒരു പേജ് നിങ്ങൾക്ക് കിട്ടിയോ? കിട്ടിയില്ല? എല്ലാവർക്കും കിട്ടി. അപ്പം നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മളെ പാഠം തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു പ്രാർത്ഥനാ ഗാനമാണെന്നല്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. കുറേ ആൾക്കാർ എഴുന്നേറ്റ് നിൽക്കാത്ത ആൾക്കാരുണ്ടല്ലോ, അവരെ പിടിച്ചെഴുന്നേൽപ്പിക്കേണ്ടി വരുമോ? ഓക്കെ, എല്ലാവരും എഴുന്നേറ്റ് നിന്നു അല്ലേ? ഇനി കൈ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ് പിടിക്കുക? കൈ ഇങ്ങനെ മുകളിലേക്ക് പിടിക്കും അല്ലേ? അങ്ങനെ പിടിച്ച് നിന്നേ. എല്ലാവരും കണ്ണടച്ചു, കൈ മുകളിലേക്ക് ഉയർത്തി നിന്നു അല്ലേ? പിന്നെ ടീച്ചർ ഇതൊന്ന് പാടിത്തരാം, നിങ്ങൾ കേൾക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ആമീന്ന് പറയണം എല്ലാവരും. ഓക്കെ, ടീച്ചർ സ്റ്റാർട്ട് ചെയ്യുന്നേ. നിങ്ങൾ കണ്ണടച്ച് നിൽക്കുക. കണ്ണടച്ചില്ലേ? ഓക്കെ. റബ്ബനാ റബ്ബനാ അന്ത റബ്ബുനാ ആതിനാ ആതിനാ ഇൽമൻ ലനാ അൻസിലൻ
ربنا دوما لنا رحمة نعمة كلا لنا. ഓക്കേ, ഇനി എല്ലാവരും ഇരുന്നോ. കണ്ണ് തുറക്ക്. സമ്മാനം കിട്ടിയില്ലേ? ഹാപ്പി അല്ലേ? അപ്പം നമ്മളെ പദ്യത്തിൻ്റെ പേരെന്താ? അന്ത റബ്ബുന. അന്ത റബ്ബുന. ടീച്ചർ ഓരോ വരിയായിട്ട് പാടിത്തരാം കേട്ടോ. ഓക്കെ. റബ്ബന റബ്ബന അന്ത റബ്ബുന. പാടി. റബ്ബന റബ്ബന അന്ത റബ്ബുന. നിങ്ങൾ പാടി നോക്കുക കേട്ടോ. റബ്ബന റബ്ബന അന്ത റബ്ബുന. റബ്ബന റബ്ബന അന്ത റബ്ബുന. അടുത്ത വരി നമുക്ക് നോക്കാം. ആതിന ആതിന ഇൽമൻ ലനാ. ആതിന ആതിന ഇൽമൻ ലനാ. അടുത്തത് മൂന്നാമത്തെ വരി. അൻസിലൻ റബ്ബന ദൗമൻ ലനാ. അൻസിലൻ റബ്ബന ദൗമൻ ലനാ. ഒന്നുകൂടി പാടി നോക്കിയേ. അൻസിലൻ റബ്ബന ദൗമൻ ലനാ. ടീച്ചർ കൂടെ പാട്. അൻസിലൻ റബ്ബന ദൗമൻ ലനാ. അടുത്ത വരിയ. റഹ്മതൻ നിഅമതൻ കുല്ലൻ ലനാ. പാടിയ. റഹ്മതൻ നിഅമതൻ കുല്ലൻ ലനാ. നമുക്ക് വേറെ ഒരുപാട് രീതിയിൽ ഈ പാട്ട് കേട്ട് നോക്കാം. ربنا ربنا أنت ربنا آتنا آتنا علما لنا. ربنا ربنا أنت ربنا آتنا آتنا علما لنا. أنزلا ربنا دوما لنا. أنزلا ربنا دوما لنا. رحمة نعمة كلا لنا. رحمة نعمة كلا لنا. ربنا ربنا أنت ربنا آتنا آتنا علما لنا. ربنا ربنا أنت ربنا آتنا آتنا علما لنا. أنزلا ربنا دوما لنا رحمة نعمة كلا لنا. أنزلا ربنا دوما لنا رحمة نعمة كلا لنا. ربنا ربنا أنت ربنا آتنا آتنا علما لنا. أنزلا ربنا دوما لنا رحمة نعمة كلا لنا. മക്കളെല്ലാവരും ഈ പാട്ട് കുറേ പ്രാവശ്യം പാടി നോക്കുക. പിന്നെ ഇവിടെ ഒരു ചിത്രം കാണുന്നുണ്ടോ? ഈ ചിത്രം നിങ്ങളെ നോട്ട്ബുക്കിൽ വരയ്ക്കുക. നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ വരച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. പക്ഷെ വീട്ടിൽ വേറെ ആരും എന്ത് ചെയ്യണ്ട, നിങ്ങളെ നോട്ട്ബുക്കിൽ വരക്കണ്ട. അപ്പോൾ നിങ്ങളെ നോട്ട്ബുക്കിൽ ആരാ വരയ്ക്കുക? നിങ്ങൾ തന്നെ. നിങ്ങൾ നല്ല മക്കളല്ലേ. നല്ല ഒരു ചിത്രം വരച്ച് ഫോട്ടോ എടുത്ത് ടീച്ചർക്ക് അയച്ചു തരാം. ഓക്കേ, ശുക്രൻ.